എന്താണ് അർജുൻ ചേട്ടാ ഈ മഴയത്ത് വൈപ്പറൊക്കെ നോക്കണേ? ഒന്നും പറയണ്ട കുട്ടി, വേനൽക്കാലം കഴിഞ്ഞല്ലേ. വേനൽക്കാലത്ത് ഏറ്റവും ആദ്യം കംപ്ലൈന്റ് വരുന്ന സാധനമാണ് വൈപ്പർ. മഴ തുടങ്ങിയാലും നമ്മൾ ഈ സാധനം ശ്രദ്ധിക്കൂല. അങ്ങനെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ശരി, ഈ മഴക്കാലത്ത് കാർസിനായിട്ട് നമ്മൾ കുറേ ടിപ്സ് ഇൻസ്റ്റയിലും കാണുന്നുണ്ട്, യൂട്യൂബിലും കണ്ട്. വാട്ട്സ് റിയലി ഇമ്പോർട്ടൻറ്റ്? എന്താ നമ്മൾ നോക്കണ്ടേ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം സന്ധ്യ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് കാറിൻ്റെ വൈപ്പർ, അല്ലേ? നമ്മുടെ ഈ മഴയത്ത് നല്ലൊരു വിസിബിലിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് സേഫർ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോർമലി വേനൽക്കാലം വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ടിപ്പാണ് വൈപ്പർ എപ്പോഴും ഇങ്ങനെ പൊന്തിച്ചു വെക്കണം വെയിലത്ത് നിൽക്കുമ്പോൾ എന്നുള്ളത്. അതിന് പകരം അത് അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടായിരിക്കും പല സമയത്തും വെയിലത്ത് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈപ്പർ ബ്ലേഡിനകത്ത് ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത മാതിരത്തെ സ്ക്രാച്ചസ് വരും. അതുകൊണ്ട് തന്നെ എന്താ, വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വന്ന് നമ്മുടെ വിസിബിലിറ്റി ഭയങ്കര പൂറാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് വൈപ്പർ ചെക്ക് ചെയ്യുക. വൈപ്പർ ബ്ലേഡ് മാറ്റാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ചെറിയ ലൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു സാധനം മാറ്റണം. മനസ്സിലായോ? ഓക്കെ. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചില വണ്ടികളിലൊക്കെ കണ്ടിട്ടില്ലേ, വളരെ മങ്ങിയ രീതിയിലായിരിക്കും ഈ ഹെഡ്ലൈറ്റ് ഉണ്ടാവുന്നത്. അത് വിസിബിലിറ്റീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ലൈറ്റ് എത്രമാത്രം വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നൈറ്റ് ഡ്രൈവിൽ നമ്മുടെ ലൈറ്റ് മഴയും കൂടി പെയ്യുമ്പോൾ അത് സ്കാറ്റേഡ് ആയിട്ട് പോകില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വിസിബിലിറ്റിയും കൂടി പോറായി കഴിഞ്ഞ് കഴിഞ്ഞാലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ക്ലീൻ ചെയ്യിപ്പിക്കാൻ ഈ കോൾഗേറ്റ് വെച്ചൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്താണ് സത്യമുണ്ടോ? സംഗതി ശരിയാണ്, അത് എളുപ്പപ്പണിയാണ്. ഒരു കോൾഗേറ്റ് ഒക്കെ വെച്ച് തേച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആവുകയൊക്കെ ചെയ്യും. പക്ഷെ അതല്ലാതെ ഈ ഒരു ഹെഡ്ലൈറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിൻഷീൽഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ എല്ലാ ഡീലർഷിപ്പുകളിലും അതെല്ലാം അവൈലബിൾ ആണ് താനും. അപ്പോൾ അത് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടയറാണ്. ഈ ടയറില്ലേ, ഈ ടയറിന് എല്ലാ ടയേഴ്സിനും ഇവിടെ ഒരു ടയർ വെൻഡിങ് മാർക്ക് ഉണ്ട്. അതായത് നമ്മുടെ ടയർ എത്ര വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു മാർക്കിംഗ് ഉണ്ട്. അങ്ങനെ ആ മാർക്കിങ്ങിലൊക്കെ എത്തിയ ടയർ വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ വണ്ടി ഉന്തിരുട്ടി പോകണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ മഴക്കാലത്ത് അങ്ങനെയല്ല, നല്ല റോഡ് ഗ്രിപ്പ് വേണം. അപ്പോൾ ആ റോഡ് ഗ്രിപ്പ് കിട്ടാൻ ആ ടയർ വെൻഡിങ് മാർക്കിൽ വന്ന ടയേഴ്സിന് സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര ത്രെറ്റനിങ് ആയിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ടയർ ചെക്ക് ചെയ്യുക, വീൽ അലൈൻമെൻറ്റ് നടത്തുക, വീൽ ബാലൻസിങ് നടത്തുക. ഒപ്പം മാറാറായ ടയറാണെന്നുണ്ടെങ്കിൽ ആ മാർക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ടയറും മാറുക. മനസ്സിലായില്ലേ? അപ്പോൾ അർജുനയുടെ ബ്രേക്കോ, ഈ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ബ്രേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? കാരണം നമ്മുടെ സേഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമല്ലേ. ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ കാറിനൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ എപ്പോഴും മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഡിസ്ക്, അതുപോലെ തന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിൽ ഡിസ്ക് ആണെങ്കിലും ഡ്രം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലൈനേഴ്സ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്ത് തരും. ഇനി റീപ്ലേസ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ റീപ്ലേസും ചെയ്തു തരും. അപ്പോൾ ശരിക്കും ഒരു സേഫർ ഡ്രൈവിന് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ല ചേട്ടാ, ഈ നമ്മുടെ ഇപ്പോഴത്തെ ബാറ്ററിക്ക് മെയിൻ്റെനൻസ് ഫ്രീ ആണ് കേട്ടു. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സന്ധ്യ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ കാറിലും ഇതേപോലത്തെ മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററിയാണ് വരുന്നത്. എങ്കിലും നമ്മൾ എപ്പോഴും മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇതിലൊക്കെ ചില സമയത്തൊക്കെ ഈ ക്ലാവ് പിടിച്ച പോലെ അതിനകത്ത് ചെറുതായിട്ടുള്ള ഒരു പൂപ്പൽ പോലെയൊക്കെ വരുന്നുണ്ടാവും. നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവാം, ഇലക്ട്രിക്കൽ കോമ്പണൻസിന് കംപ്ലൈൻറ്റ് ഉണ്ടാവാം. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മഴ തുടങ്ങുന്നതിന് മുമ്പ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് ചിലപ്പം എന്തെങ്കിലും നമ്മൾ അറിയാതെ വിട്ടുപോകുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതും ഒന്ന് ഓവറോൾ ഒരു മഴ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് വേനൽക്കാലത്ത് പറഞ്ഞ പോലെ തന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് ഒന്ന് ഓവറോൾ വെഹിക്കിൾ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മനസ്സിലായില്ലേ? ഇനി ഇതിനൊക്കെ പുറമെ ഒരു സാധനം കൂടി ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ അടിവശം അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ് മഴക്കാലത്ത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്കിൽ ഡെലിവറി എടുക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ സർവീസിൻ്റെ സമയത്തൊക്കെ നമുക്കൊരു അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അണ്ടർ ബോഡി കോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സൈലൻസർ കോട്ടിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ഡീലർഷിപ്പുകളിലും ഈ സർവീസസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ.
ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കാറുകളിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്? കിട്ടി, എന്തായാലും കിട്ടി. അടിപൊളി, താങ്ക് യു.